നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ സന്തോഷത്തിനും നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ജീവിതത്തിന് പിന്നിൽ ഒരു വലിയൊരു തലമുറയുടെ വിയർപ്പും പ്രാർത്ഥനയുമുണ്ട് അല്ലേ? നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പൂർവികർ, ഓർമ്മകൾക്ക് മരണമില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വർഷത്തിൽ എത്തുന്ന പവിത്രമായ ദിനമാണ് കർക്കിടവാവ്. എന്തിനാണ് നമ്മൾ പിതൃക്കൾക്കായിട്ട് ബലിതർപ്പണം നടത്തുന്നത്? എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിലെ അമാവാസി ഇതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്? നിങ്ങൾക്കറിയാമോ? കേവലം ഒരു ആചാരം എന്നതിലുപരി ഇതിൽ പിന്നിലെ ആത്മീയവും വിശ്വാസപരമായിട്ടുള്ള സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഹൈന്ദവ സങ്കല്പം അനുസരിച്ച് ഒരു വർഷത്തെ ഉത്തരായനം ദക്ഷിണായനം എന്നിങ്ങനെ രണ്ടായി തിരിക്കുന്നു. ഉത്തരായനം എന്ന് പറയുമ്പോൾ ദേവന്മാർക്കുള്ള സമയവും ദക്ഷിണായനം എന്ന് പറയുമ്പോൾ പിതൃക്കുമുള്ള സമയവുമാണ്. കർക്കിടക മാസം മുതൽ ആരംഭിക്കുന്ന ദക്ഷിണായന കാലത്ത് പിതൃക്കളുടെ ആത്മാക്കൾ ഭൂമിയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു എന്നാണ് വിശ്വാസം. കർക്കിടക മാസത്തിലെ കറുത്ത വാവ്, അതായത് അമാവാസി ദിനത്തിൽ സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ വരുന്നു. ഈ സമയത്ത് നൽകുന്ന ദർപ്പണം ആത്മാക്കൾക്കിലേക്ക് നേരിട്ടെത്തുമെന്നും അവരുടെ വിശപ്പും ദാഹവും ശമിച്ച് അവർക്ക് മോക്ഷം നൽകുമെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ സന്തോഷത്തിനും വിജയത്തിനും പിന്നിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ പൂർവികരുടെ പ്രാർത്ഥനയും അനുഗ്രഹമുണ്ട്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ പൂർവികരുടെ സ്മരണയുടെ പുണ്യത്തിൻ്റെയൊക്കെ ദിനമാണ് കർക്കിടകവാവായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ കർക്കിടക മാസത്തിലെ അമാവാസിയിൽ തന്നെ പിതൃക്കൾക്കായിട്ട് ബലിതർപ്പണം നടത്തുന്നതെന്ന് അറിയാമോ? അതുപോലെ തന്നെ കർക്കിടക വാവ് ദിനത്തിലും അതിന് തൊട്ടുമുള്ള ദിവസങ്ങളും നമ്മൾ അറിയാതെയെങ്കിലും വരുത്തുന്ന ചില തെറ്റുകൾ കുടുംബത്തിലേക്ക് ദോഷങ്ങൾ വരുത്തി വയ്ക്കുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അതുപോലെ തന്നെ കർക്കിടവാവിൻ്റെ യഥാർത്ഥ പ്രാധാന്യം, ബലിതർപ്പണ രീതികൾ, പ്രധാന ദർപ്പണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണെന്നും കൂടാതെ വാവിന് മുന്നോടിയായും വാവ് ദിനത്തിലും വീട്ടിൽ നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. ഹൈന്ദവ സങ്കല്പം അനുസരിച്ച് ഒരു വർഷത്തെ ഉത്തരായനം ദക്ഷിണായനം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഇതിൽ ഉത്തരായനം ദേവന്മാർക്കും ദക്ഷിണായനം പിതൃക്കൾക്കുമുള്ള സമയമാണ്. കർക്കിടക മാസം മുതൽ ആരംഭിക്കുന്ന ദക്ഷിണായന കാലത്ത് പിതൃക്കളുടെ ആത്മാക്കൾ ഭൂമിയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു എന്നാണ് വിശ്വാസം. ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടക മാസത്തിലെ കറുത്ത വാവ്. ഈ ദിവസം സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ വരുന്നു. ഈ പവിത്രമായ വേളയിൽ നൽകുന്ന ദർപ്പണം പിതൃ ആത്മാക്കളിലേക്ക് നേരിട്ടെത്തുമെന്നും അവരുടെ വിശപ്പും ദാഹവും ശമിച്ച് അവർക്ക് മോക്ഷം നൽകുമെന്നുമാണ് പുരാണങ്ങൾ പറയുന്നത്. പിതൃക്കളുടെ അനുഗ്രഹം ലഭിച്ചാൽ ദീർഘായുസ്, സന്താന ഗുണം, ഐശ്വര്യം, ധനം, കുടുംബത്തിൽ മനസമാധാനം എന്നിവ ഫലമായിട്ട് നമുക്ക് ലഭിക്കും. വാവ് ദിനത്തിനോട് മുന്നോടിയായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീടും പരിസരവും നന്നായിട്ട് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ള. വീട്ടു പരിസരമൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കുക. പഴയ ചവറെല്ലാം കത്തിച്ച് വീടെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കുക എന്നുള്ളതാണ്. വാവെടുത്തിരിക്കുന്ന ദിവസവും 2 നേരം നമ്മൾ കൃത്യമായിട്ട് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ വ്രതാനുഷ്ഠാനം നോക്കേണ്ടവർ ബലിയിടുന്നതിന് തലേന്ന് ഒരു നേരം മാത്രം ഒരിക്കലെടുക്കുക, അരിയാഹാരം കഴിക്കുക, മാംസ്യാഹാരം, മറ്റുള്ള കാര്യങ്ങളെല്ലാം, മദ്യം, പുകവലി എന്നിവയൊക്കെ ഒഴിവാക്കുക. പിന്നെ വാവുബലി ദിനത്തിൽ പ്രഭാതത്തിൽ തന്നെ കുളിച്ച് ഉപവാസത്തോടെ ദർപ്പണം നടത്തുക. ദർപ്പണത്തിന് നമ്മൾ ദർഭപ്പുല്ല്, എള്ള്, കറുക, പൂവ്, തുളസി, ജലം, വേവിച്ച ചോറ്, പിണ്ടം എന്നിവ വെക്കേണ്ടതാണ്. പിണ്ടം ഒഴുക്കൽ അത് മെയിനായിട്ടുള്ള കാര്യമാണെന്നല്ല, നിങ്ങൾക്ക് അത് അമ്പലത്തിൽ പോകുമ്പോൾ അറിയാൻ പറ്റും. പ്രാർത്ഥനകൾക്ക് ശേഷം ബലിപിണ്ടം ഒഴുക്കുന്ന ജലാശയത്തിലോ കടലിലോ സമർപ്പിച്ച് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരുനെല്ലി, ആലുവ, വർക്കല തുടങ്ങിയ സ്ഥലങ്ങളിൽ നമുക്ക് പോകാം. കേരളത്തിലെ പ്രശസ്തമായിട്ട് പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് തിരുനെല്ലി ക്ഷേത്രവും ആലുവ മണപ്പുറമാണ്. എറണാകുളത്ത് ആലുവ മണപ്പുറം ക്ഷേത്രം, വർക്കല പാപനാശം കടപ്പുറം, തിരുവല്ലം പരശുരാമ ക്ഷേത്രം എന്നിവയാണ്. ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയാത്തവർക്ക് വീട്ടിലും കിഴക്കോട്ടോ തെക്കോട്ടോ തിരിഞ്ഞിരുന്ന് ഭക്തിയോടെ ദർപ്പണം നടത്താവുന്നതാണ് കേട്ടോ. ഈ വർഷത്തെ കർക്കിടവാവ് ബലി വരുന്നത് 2026 ഓഗസ്റ്റ് 12 ബുധനാഴ്ചയാണ്. അതായത് മലയാള മാസം കർക്കിടം 27 വാവുബലി തലപ്പണ സമയം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 12 പ്രഭാതത്തിൽ ബ്രഹ്മമുഹൂർത്തം മുതൽ നമ്മൾ ദർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നുണ്ട്. നമുക്ക് വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെ ചെയ്യാം. അമാവാസി തിഥി പ്രഭാതത്തിൽ തന്നെ ഉള്ളതിനാൽ ഓഗസ്റ്റ് 12 പ്രഭാതത്തിലാണ് പ്രധാനമായിട്ടും ബലിതർപ്പണ ചടങ്ങുകൾക്ക് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ വാവിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ കർക്കിടക വാവിനോടനുബന്ധിച്ച് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ മരിച്ചു പോയവരുടെ വസ്തുക്കൾ, അതായത് അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ ആഭരണങ്ങൾ, മറ്റു വസ്തുക്കൾ എന്നിവ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വാവിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ വാവ് കഴിഞ്ഞ് ഒരു 3-4 ദിവസങ്ങൾക്ക് ശേഷമോ മാത്രം നിങ്ങൾ ചെയ്യുക. വാവ് ദിവസമോ തൊട്ട് മുമ്പുള്ള ഇവ കൊടുക്കാനോ കളയാനോ പാടില്ല. രണ്ടാമതായിട്ട് പറയുന്നത് വീട്ടിലെ ഫോട്ടോകളിൽ പൊടിയോ മാറാലയോ പിടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മരിച്ചു പോയവരുടെ ഫോട്ടോയിൽ മാറാലയോ പൊടിയൊക്കെ പിടിച്ച് വല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ
അത് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കുക. അതുപോലെ തന്നെ പഴയ പൂക്കൾ, വാടിയ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തുടച്ച് മാറ്റി വൃത്തിയായി സൂക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ വാവ് അടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ പുതിയ വാഹനങ്ങൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവ വാങ്ങുന്നത് ഒഴിവാക്കുക. പിന്നെ അന്നേ ദിവസം നിങ്ങൾ മുടിയും നഖവും മുറിക്കാൻ പാടില്ല കേട്ടോ. വാവ് അടുത്തിരിക്കുന്ന തലേന്നോ അല്ലെങ്കിൽ അന്നത്തെ ദിവസമൊന്നും നിങ്ങൾ മുടിയോ നഖമോ വെട്ടാൻ പാടില്ല. പിന്നെ ആവശ്യത്തിന് മാത്രം ഭക്ഷണം ഉണ്ടാക്കുക. ഭക്ഷണം പാഴാക്കുന്നത് വലിയ ദോഷമാണ്. പ്രത്യേകിച്ച് വാവിൻ്റെ തലേ ദിവസം വാവ് ദിവസമൊന്നും നമ്മൾ ഭക്ഷണങ്ങൾ അധികം വേസ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ പൂർവികരുടെ ആത്മാക്കൾ എത്തുന്ന സമയമായതിനാൽ വീട്ടിൽ അശാന്തിയോ വഴക്കോ ഉണ്ടാകാൻ പാടില്ല. വീട്ടിലും പരിസരമൊത്ത് പഴയ വസ്തുക്കളൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് വീടെല്ലാം വൃത്തിയായിട്ട് വേണം നമ്മൾ ഈ ബലിതർപ്പണത്തിനുള്ള നമ്മൾ ഒരിക്കലൊക്കെ എടുക്കാനായിട്ട്. പിന്നെ ബലിയിടുന്നതിൻ്റെ തലേ ദിവസം ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ച ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് ഒരിക്കലെടുക്കുക. മദ്യപാനം, മാംസാഹാരം എന്നിവ പൂർണ്ണമായിട്ട് ഒഴിക്കുക. വേറെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പാടില്ല. വാവുബലി ദിനത്തിൽ പ്രഭാതത്തിൽ കുളിച്ച് ശരീരവും മനസ്സും ശുദ്ധിയാക്കി ഉപവാസത്തോടെ തർപ്പണം നടത്തുക. നമുക്ക് വീട്ടിൽ ബലിതർപ്പണ ചടങ്ങുകളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നമുക്ക് ദർഭപ്പുല്ല്, എള്ള്, കറുവ, പൂവ്, ദർപ്പണച്ചോറ് എന്നിവിടെ ഒക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് നിങ്ങൾക്ക് അത് വീട്ടിൽ ചെയ്യാം. കയ്യിൽ ദർഭ പവിത്രം അണിഞ്ഞ് എള്ള്, കറുക, പൂവ്, തുളസി, ജലം വേവിച്ച് അതായത് പിണ്ടം, ചോറ് എന്നിവ ഉപയോഗിച്ച് ശാന്തിക്കാരൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് പൂർവികരെ ധ്യാനിച്ച് ബലിയിടുക. പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ ബലിപിണ്ടം ഒഴുകുന്ന ജലാശയത്തിലോ കടലിലോ സമർപ്പിച്ച് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുക. നമുക്ക് കുറേ ക്ഷേത്രങ്ങളുണ്ട്. ഞാനിപ്പോൾ ആലുവ ശിവക്ഷേത്രമാണ് കാണിച്ചേക്കുന്നത്. ആലുവ ശിവക്ഷേത്രത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് പോകുന്നത്. അതുപോലെ തിരുനെല്ലി ക്ഷേത്രം, വർക്കല പാപനാശം, കടപ്പുറം, തിരുവല്ലം പരശുരാമ ക്ഷേത്രം എന്നിവ കേരളത്തിലെ പ്രധാന ദർപ്പണ കേന്ദ്രങ്ങളാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ കിഴക്കോട്ടോ തെക്കോട്ടോ തിരിഞ്ഞിരുന്ന് ഭക്തിയോടെ നമുക്ക് ദർപ്പണം നടത്താം കേട്ടോ. അത് ശ്രദ്ധിക്കണം, നമ്മൾ ദിശ മാറിപ്പോകരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഒരു രീതിയിലും അമ്പലത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ വീട്ടിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വീടും പരിസരവും നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മുടെ പിതൃക്കളെ നല്ല രീതിയിൽ സ്മരിച്ചുകൊണ്ട് മാത്രം ചെയ്യുക. നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം മാറണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ചെയ്യുക. നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ദോഷങ്ങളെല്ലാം മാറാനായിട്ട് പിതൃക്കൾക്ക് ഇങ്ങനത്തെയുള്ള കർമ്മങ്ങൾ ചെയ്താലേ നമുക്ക് അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ലോകത്തിലേക്ക് നമ്മുടെ കൈ പിടിച്ചുയർത്തിയ പൂർവികർക്ക് പ്രണാമം അർപ്പിക്കാനുള്ള ഈ പവിത്ര ദിനം എല്ലാവരും ഭക്തിപൂർവ്വം ആചരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത തവണ നമുക്ക് പുതിയ വീഡിയോ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.